നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആണ്. ഡോക്ടർ രാധാകൃഷ്ണൻ ഭാരതത്തെ പോലെ മഹത്തായ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാകുമ്പോൾ ആദരിക്കപ്പെടുന്നത് തത്വശാസ്ത്രമാണ്. ഒരു തത്വചിന്തകൻ എന്ന നിലയിൽ എനിക്കതിൽ പ്രത്യേക സന്തോഷമുണ്ട്. 1962 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത് രാഷ്ട്രപതിയായപ്പോൾ ലോകപ്രശസ്ത ചിന്തകനായ ബെർണാഡ് റസ്സൽ പറഞ്ഞ വാചകമാണ് ഇത്. ഭാരതീയ ദർശനത്തിൻ്റെ ആഴവും പരപ്പും പാശ്ചാത്യ ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാനായ ദാർശനികനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മികച്ച അധ്യാപകൻ, നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. 1888 സെപ്റ്റംബർ 5 അദ്ദേഹത്തിൻ്റെ ജനനം. തമിഴ്നാട്ടിലെ തിരുത്തണി ഗ്രാമത്തിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത്. ഇത് ഔദ്യോഗിക രേഖയാണ്. 1887 സെപ്റ്റംബർ 20 തൻ്റെ യഥാർത്ഥ ജനനത്തീയതി എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി 1888 സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. ദരിദ്ര കുടുംബത്തിലെ അംഗമായ ഡോക്ടർ രാധാകൃഷ്ണൻ മറ്റു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താണ് പഠനം നടത്തിയത്. തിരുപ്പതി മിഷൻ സ്കൂൾ, വെല്ലൂരിലെ ഊറീസ് കോളേജ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. 20-ാം വയസ്സിൽ രാധാകൃഷ്ണൻ വേദാന്തത്തെ പറ്റിയുള്ള പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. 1909 അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി. അവിടെ 7 വർഷക്കാലം ഭാരതീയ ദർശനങ്ങളും മതം പഠിപ്പിക്കുന്നതിന് അദ്ദേഹം ആ സമയം കണ്ടെത്തി. 1929 ഓക്സ്ഫോർഡിലെ മാഞ്ചസ്റ്റർ കോളേജിൽ പ്രൊഫസറായി. അതുപോലെ തന്നെ വിവിധ സർവകലാശാലകളിൽ അധ്യാപകനായി സേവനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ആളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് 1954 ആണ്. ദേശീയ പ്രസ്ഥാനത്തെ അനുകൂലിച്ച് ധാരാളം ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് രാധാകൃഷ്ണൻ താല്പര്യം കാണിച്ചിരുന്നില്ല. മനുഷ്യവംശത്തിൻ്റെ എക്കാലത്തെയും അനശ്വര ശബ്ദമാണ് ഗാന്ധിജി എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റേത്. ഭാരതീയ പാരമ്പര്യത്തെപ്പറ്റിയും പാശ്ചാത്യ ദർശനങ്ങളെപ്പറ്റിയും ആഴത്തിൽ പഠിച്ച അദ്ദേഹം 150ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1952 ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി. 10 വർഷം ആ സ്ഥാനത്ത് തുടർന്ന് 1962 രാഷ്ട്രപതിയായി. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരിക്കെ ഇന്ത്യ 2 യുദ്ധങ്ങൾ നടത്തി, ചൈനയുമായും പാകിസ്ഥാനുമായും. യുദ്ധത്തെ തുടർന്ന് അദ്ദേഹം നെഹ്റു സർക്കാരിനെ ശക്തമായി വിമർശിച്ചു. ഇനി ഒരിക്കൽ കൂടി പ്രസിഡന്റാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് 1967 റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. 1962 ഗ്രീസിലെ രാജാവ് ഇന്ത്യ സന്ദർശിക്കാനെത്തി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യവേ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, ഗ്രീസിൽ നിന്ന് ഞങ്ങളുടെ അതിഥിയായി ഇവിടെ എത്തുന്ന ആദ്യത്തെ രാജാവാണ് അങ്ങ്. അലക്സാണ്ടർ ചക്രവർത്തി വന്നത് ക്ഷണിക്കപ്പെടാതെയായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാചകമാണ്. പ്രസിഡന്റായി ചുമതലയേറ്റ ഉടൻ തൻ്റെ മുൻഗാമി ചെയ്തതുപോലെ ഡോക്ടർ രാധാകൃഷ്ണനും സ്വന്തം ശമ്പളം വെട്ടിക്കുറച്ചു. 10,000 രൂപയിൽ നിന്ന് വെറും 2,000 രൂപയായി ആ ശമ്പളം കുറച്ചു. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനെ മുൻകൂട്ടി അനുമതിയില്ലാതെ കാണുക ഇന്ന് തീർത്തും അസാധ്യമായ കാര്യമാണ്. ഇക്കാര്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരിക്കെ യാഥാർത്ഥ്യവുമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം അദ്ദേഹം പൊതുജന സമ്പർക്കത്തിനായി നീക്കിവെച്ചു. ഈ ദിവസങ്ങളിൽ മുൻകൂട്ടി അനുമതിയില്ലാതെ ആർക്കും അദ്ദേഹത്തെ സന്ദർശിക്കാം.
ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 100-ലേറെ സർവകലാശാലകൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെ വലിയ അംഗീകാരമായാണ് എല്ലാ സർവകലാശാലകളും കണ്ടിരുന്നത്. രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മദ്രാസിലേക്ക് മടങ്ങിയ അദ്ദേഹം മദ്രാസിലേക്ക് മടങ്ങി 1975 ഏപ്രിൽ 17 എക്കാലവും ആദരണീയനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത് ഇന്ത്യയുടെ പ്രസിദ്ധനായ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം അത് നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.